സ്റ്റോറി ഇട്ടിരുന്നില്ലായിരുന്നു വീടിന്റെ എന്തോ ഇഷ്യൂ പറഞ്ഞു, അതെന്തായാലും സംഭവം? അത് ഫിറോസിക്ക പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫിറോസിക്കയുടെ വീട് തിരിച്ചു കൊടുക്കണം. ഞാനെന്തിനാ തിരിച്ചു കൊടുക്കും? എനിക്കാരും ഫിറോസിക്ക ആരും എനിക്ക് വീടൊന്നും എഴുതി തന്നിട്ടില്ല. എനിക്കല്ല തന്നിട്ടുള്ളത്. കൊല്ലം സുധിച്ചേട്ടന് 2 ആൺമക്കളുടെ പേരിലാണ്. 2 പേർക്കും ഒരേപോലെ അവകാശത്തിൽ കൊടുത്ത വീടാണ്. ഞാൻ അവിടെ നിൽക്കുന്നത് തന്നെ ഇളയ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും നാണം കെട്ടിട്ട് നിൽക്കുന്നതിന്റെ കാരണം തന്നെ ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ. ആ കുട്ടിയുടെയും മൂത്ത കുട്ടിയുടെ വീടാണ്. മൂത്ത കുട്ടീന്റെ വീട്ടിലുണ്ടായിരുന്നു തിരിച്ചുകൊണ്ട്. അവൻ ഇന്ന് രാവിലെയാണ് പോയത്. ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവൻ പഠിക്കുന്ന കൊല്ലത്താണ്. അവൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു കൊച്ചിനെ അവിടെ തന്നെ നിർത്താൻ പറ്റൂലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇത്രയും നാണം കെട്ടി. പിന്നെ കല്യാണം അതെന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ കല്യാണം കഴിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതെന്റെ ഫാമിലിക്കും അല്ലെ എന്റെ മക്കളെയും ബാധിക്കുന്ന, എന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ്. അതൊന്നും പുറമെയുള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുവോ ഒന്നും ചെയ്യണം. ചിലപ്പോൾ ഞാൻ കെട്ടി, ചിലപ്പോൾ കെട്ടാതില്ല. അത് എന്റെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിന് ഈ കിടന്ന് ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? എനിക്കാരും ഒരു വീട് എഴുതി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ എഴുതി തന്നാലേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഞാനും ഒന്നും എഴുതി തന്നിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഉടനെ ഒന്നുമില്ല. 1-2 വീഡിയോയിലൊക്കെ പ്രണയമുണ്ടോന്നൊക്കെ ഞാൻ ചിരിച്ചോട് സംസാരിക്കും. പിന്നെ പ്രണയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ല. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ പറയുന്നത് കേട്ടിട്ടാവാം അങ്ങനെ ഒരു പുള്ളി പ്രസ്താവന എടുത്തത്. എനിക്കറിയില്ല. ഇനിയിപ്പം കല്യാണം കഴിക്കുന്നോടം വരെ രേണുസുതിക്ക് വീട്ടിൽ താമസിക്കാനുള്ള എഗ്രിമെന്റ് ഒന്നും രേണുസുതി എങ്ങും എഴുതിയിട്ടില്ല. രേണുസുതിക്ക് ആരും വീട് എഴുതി തന്നിട്ടില്ല. രേണുസുതിയുടെ പേരിൽ സത്യം പറഞ്ഞാൽ വീടുമില്ല, ഒന്നുമില്ല. ഞാൻ ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് മാത്രം. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇളയ കുഞ്ഞിന് വേണ്ടി. മൂത്ത കുട്ടി വലിയ കുട്ടിയാണ്. അവൻ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇന്നലെ വീട്ടിലുണ്ടാലും ഇന്ന് പോയി. പക്ഷെ ആ കുഞ്ഞു കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനവിടെ ആ വീട്ടിൽ നിൽക്കുന്നത്.